ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാപഞ്ചായത്താണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കർഷക സംഘടനകളെ അണിനിരത്തിയുള്ള ഒരു പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഈ പ്രതിഷേധത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിലും ബീഹാറിലും ജമ്മുകാശ്മീരിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടി മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും കർഷകരെ മുഖവിലക്കെടുക്കാതെയുള്ള ഒരു വ്യാപാര കരാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. ഈ വ്യാപാര കരാർ ദേശവിരുദ്ധമാണെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. കർഷകരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായി. ആ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് യു എസുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരു കരാറിൽ പ്രധാനമന്ത്രി ഒപ്പിട്ടതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ കർഷകരെ അപമാനിക്കുന്ന ഒരു നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ഇനി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് കൂടി കോൺഗ്രസ് പറയുന്നുണ്ട്. എന്നാലും ഈ പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശ് കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും കർഷകരെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കൂടി പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക. താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലുകൾ അത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ നികുതി ചുമത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ നികുതി ചുമത്തിയിരുന്നു. എന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ വഴങ്ങുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.